കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കേന്ദ്രവും കേരളവും തമ്മിൽ അന്തർധാര സജീവമാണ്. കേന്ദ്രത്തെ ഏതുവിധേനയും സഹായിക്കുകയാണ് കേരളം നടത്തുന്നത്, കേരളത്തെ ഏതുവിധേനയും സംരക്ഷിക്കുകയാണ് കേന്ദ്രവും നടത്തുന്നത് എന്ന തരത്തിലേക്കായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. ഇന്ന് നടത്തുന്ന സമരം പോലും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാനുള്ള ഒരു തന്ത്രമാണെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറയാതെ പറയുന്നുണ്ട്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും അദ്ദേഹത്തിന്റെ മകൾക്കെതിരെയുമായ കേസുകളെല്ലാം കേന്ദ്ര ഏജൻസികൾ ഒത്തുതീർപ്പാക്കുകയും കേന്ദ്രം അതിൽ കൃത്യമായി ഇടപെടുകയും ചെയ്യുന്നുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇതിന് ഇടനിലക്കാരനായി നിൽക്കുന്നത് കേന്ദ്രമന്ത്രി വി മുരളീധരനാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. രാവിലെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പിണറായി വിജയനെതിരെയും പ്രതിപക്ഷത്തിനെതിരെയും ഒക്കെ വലിയ ഘോരഘോരമായ പ്രസംഗങ്ങൾ നടത്തിയതിനു ശേഷം രാത്രിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിളിച്ച് എല്ലാം ഒത്തുതീർപ്പാക്കുകയാണ് വി മുരളീധരൻ ചെയ്യുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കേസും ലാവ്ലിൻ കേസും ലൈഫ് മിഷൻ പദ്ധതി അടക്കമുള്ള കേസുകൾ ഒത്തുതീർപ്പാക്കി കൊടുക്കുമ്പോൾ പകരം വി മുരളീധരന്റെ വലംകൈയായ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് എതിരായ കുഴൽപ്പണ കേസിൽ ഒത്തുതീർപ്പാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് അവർക്കിടയിലെ ധാരണയെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഈ വി മുരളീധരൻ രാത്രിയാകുമ്പോൾ ഈ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് രാത്രി സംസാരിച്ച് ഒത്തുതീർപ്പിൻ്റെ ഇടനിലക്കാരനാണ്. കേന്ദ്രത്തിലെ സംഘപരിവാർ നേതൃത്വവും കേരളത്തിലെ CPM നേതൃത്വവും തമ്മിലുള്ള ഒത്തുതീർപ്പിലെ ഇടനിലക്കാരനാണ്. അവർ രാവിലെ വന്ന് ഈ സമരം ഞങ്ങൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻ്റാണ്, ഞങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയല്ലേ, കേരളത്തിൽ ഞങ്ങൾ ഈ സമരത്തിന് പോകാതെ ഈ സർക്കാരിൻ്റെ തനിനിറം ഞങ്ങൾ തുറന്നു കാട്ടുകയല്ലേ. അപ്പോൾ ഇവരല്ലേ സന്ധി ചെയ്യുന്നത്. എല്ലാ കേസും മുരളീധരനാണ് ഒത്തുതീർപ്പുണ്ടാക്കുന്നത്. ഈ സർക്കാരിനെതിരായി പിണറായി വിജയനെതിരായി ഏത് കേന്ദ്ര ഏജൻസി അന്വേഷിച്ചാലും അതെല്ലാം ഒത്തുതീർപ്പിലെത്തിക്കും. പകരം മുരളീധരൻ്റെ വലങ്കൈയായ സുരേന്ദ്രനെ ഈ സർക്കാർ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തി. അതായത് കള്ളപ്പണം കുഴൽപ്പണം കൊണ്ടുവന്ന കേസിൽ നിന്ന് സുരേന്ദ്രനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ അതിലിടനിലക്കാരൻ ഈ മുരളീധരനല്ലായിരുന്നോ? മുരളീധരൻ പകലൊന്നും രാത്രി വേറൊന്നും പറയുന്ന ആളാണ്. ഞങ്ങൾക്ക് ഒറ്റ അഭിപ്രായമുള്ളൂ. ആ അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ഞങ്ങൾ സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിക്കുകയാണ്. അവരിലേക്ക് പോകണ്ടേ അന്വേഷണം, അവരെക്കുറിച്ചല്ല അന്വേഷിക്കുന്നത്. പിന്നെ അവരെ തെളിവെടുക്കാതെ പോകാൻ പറ്റുമോ? ഇപ്പോൾ ലൈഫ് മിഷൻ കോഴ കേസ് അന്വേഷിച്ചു കേന്ദ്ര ഏജൻസി. മുഖ്യമന്ത്രിയായിരുന്ന ലൈഫ് മിഷൻ്റെ ചെയർമാൻ ഒരു മൊഴി പോലും മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് എടുത്തില്ലല്ലോ. ഈ മുരളീധരൻ അതിനെക്കുറിച്ച് വല്ലതും പറയാനുണ്ടോ? ഒരു കേന്ദ്ര ഏജൻസി ലൈഫ് മിഷൻ്റെ ചെയർമാൻ കോഴ നടന്ന സംഭവമാണ്. അതിൻ്റെ ചെയർമാൻ മുഖ്യമന്ത്രിയായിരുന്നു. ആ മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് ഒരു മൊഴി, ചോദ്യം ചെയ്യൊന്നും വേണ്ട, മുഖ്യമന്ത്രിയുടെ നിന്ന് ഒരു മൊഴി എടുത്തില്ലല്ലോ കേന്ദ്ര ഏജൻസി. എന്നിട്ടാണ് ഈ മുരളീധരൻ വർത്തമാനം പറയണത്. ഇത് എക്സാലോജി കമ്പനിക്കും CMRLനും KSIDCക്കും എതിരായിട്ടുള്ള അന്വേഷണമാണ്. അപ്പോൾ എക്സാലോജി കമ്പനിയുടെ ആളുകളുമായി പിന്നെ മുഖ്യമന്ത്രിക്കെതിരെ കൂടി അന്വേഷണം വേണ്ടേ? കാരണം ആ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയുടെ ഫൈൻഡിങ്ങിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാളുമായിട്ടുള്ള ബന്ധമാണ് ഈ പണം കൊടുക്കാൻ കാരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാ ഉന്നത സ്ഥാനത്തിരിക്കുന്നു? മുഖ്യമന്ത്രിയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയും കൂടി കേസിൽ പ്രതിയാവണം, ശരിയായി അന്വേഷിച്ചാൽ. ഞങ്ങൾ നോക്കുകയാണ്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തി 8 മാസത്തേക്കാണ് അന്വേഷണം. 8 മാസം എന്താ കാര്യം? 8 മാസത്തേക്കാണ് അന്വേഷണത്തിൻ്റെ കാലാവധി നിശ്ചയിച്ചിരിക്കുന്നത്. അത് ഇതുവരെ ഒരു പിടിയും കിട്ടിയിട്ടില്ല. 8 മാസം എന്തിനാണ് SFIO അന്വേഷിക്കുന്നത്? 8 മാസം അന്വേഷിക്കേണ്ട കേസാണിത്. ഏതെങ്കിലും ഇതുപോലത്തെ ഒരു കേസ് 8 മാസം അന്വേഷിക്കേണ്ട എന്ത് വിഷയമാണ് ഇതിൻ്റെ അകത്ത് ഉള്ളതെന്ന് എനിക്കിതുവരെ മനസ്സിലായി. അദ്ദേഹം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 1-2 വിഷയങ്ങളുണ്ട്. അതിൽ ഒന്ന്, എന്തിനാണ് അന്വേഷണത്തിന് 8 മാസ കാലയളവ്? കേരളത്തിലെ പല കേസുകളും തെളിയിക്കുവാൻ കേരള പോലീസിന് മണിക്കൂറുകൾ മാത്രമാണ് വേണ്ടിവരിക. അല്ലെങ്കിൽ ഇവിടുത്തെ പല കേന്ദ്ര ഏജൻസികളും പല കേസുകളും തെളിയിക്കുന്നത് മാസങ്ങൾ കൊണ്ടാണ്. ആ സമയത്താണ് ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരായുള്ള എക്സാലോജിക്കലിന്റെ മാസപ്പടി വിവാദം തെളിയിക്കുവാൻ 8 മാസ കാലയളവ് വേണ്ടി വരുന്നത്. അതുതന്നെ കേന്ദ്രവും കേരളവും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. രണ്ടാമതായി അദ്ദേഹം വ്യക്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി പറയുന്ന ഒന്നാണ്. സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി അവരുടെ റിപ്പോർട്ടിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു മുതിർന്ന നേതാവിന്, പിടിപാടുള്ള ഒരു രാഷ്ട്രീയ നേതാവിന് ഇതിൽ പങ്കുണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായും ഇതിൽ പിടിപാടുള്ള മുതിർന്ന ശ്രദ്ധേയനായ ഒരു രാഷ്ട്രീയ നേതാവ് പിണറായി വിജയൻ തന്നെയാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിലേക്ക് അന്വേഷണം പോകേണ്ടതായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ മൊഴി പോലും എടുക്കാൻ തയ്യാറാകുന്നില്ല കേന്ദ്ര ഏജൻസിയായ SFIO. ഇത് തന്നെ അവർക്കിടയിലുള്ള അഡ്ജസ്റ്റ്മെന്റിനെ തുറന്നു കാണിക്കുന്നു, അവർക്കിടയിലുള്ള അന്തർധാര കുറച്ചുകൂടി വെളിപ്പെടുത്തുന്നു.
പിന്നീട് അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ആരോപണം സ്വാശ്രയ സർവകലാശാലകളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. CPM ഒരു തീവ്ര വലതുപക്ഷമായി മാറിയിരിക്കുന്നു. CPM കേരളത്തിൽ ഒരു തീവ്ര വലതുപക്ഷമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അതിന് കാരണമായി അദ്ദേഹം പറയുന്നത് വിദേശ സർവകലാശാലകളെ പട്ടും വളയും നൽകി കേരളത്തിലേക്ക് സ്വീകരിക്കുന്നു. സ്വാശ്രയ കോളേജുകൾ ഈ നാടിന് ആവശ്യമാണ് എന്നൊരു ആവശ്യം ഉന്നയിച്ചു വന്ന TP ശ്രീനിവാസനെ പോലെയുള്ള ഒരു വ്യക്തിയെ, ഇന്ത്യയുടെ അംബാസിഡർ ആയിരുന്ന ഒരു വ്യക്തിയെ തെരുവോരങ്ങളിലിട്ട് തല്ലിയത് ഇതേ ഭരണകക്ഷിയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ SFI ആയിരുന്നു. അതുകൊണ്ട് SFIയുടെ നേതാക്കന്മാരോട് ആദ്യം TP ശ്രീനിവാസന്റെ കാല് പിടിച്ച് മാപ്പപേക്ഷിക്കണമെന്ന് VD സതീശൻ പറയുന്നു. അവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ മുഖ്യമന്ത്രിയോ പാർട്ടി സെക്രട്ടറിയോ പോയാൽ മതിയെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. എന്തൊരു സമരമായിരുന്നു സ്വകാര്യ സർവകലാശാലയ്ക്കെതിരെ. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് സ്വകാര്യ സർവകലാശാലയെക്കുറിച്ച് ഒരു ആലോചന വന്നപ്പോൾ അതിന് നേതൃത്വം കൊടുത്ത ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ വൈസ് ചെയർമാൻ അമേരിക്കൻ അംബാസഡറായിരുന്ന ശ്രീ TP ശ്രീനിവാസൻ സാറിനെ അദ്ദേഹത്തിൻ്റെ കൊച്ചുമകാനാകാൻ പ്രായമുള്ള ഒരുത്തിനെ കൊണ്ട് കരണത്തടിപ്പിച്ചതല്ലേ ഈ പാർട്ടി CPM. ആദ്യം പോയി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണ് സാഷ്ടാംഗം നമസ്കരിച്ച ഒരു മാപ്പപേക്ഷ നടത്തി CPM. അത് മുഖ്യമന്ത്രി പോയാലും കുഴപ്പമില്ല, പാർട്ടി സെക്രട്ടറി പോയാലും കുഴപ്പമില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടൊന്നും ഒരു മാപ്പപേക്ഷ സാഷ്ടാംഗം കാലിൽ വീണ് ക്ഷമിക്കണമെന്ന് പറ. ആ വലിയ മനുഷ്യൻ്റെ ഒരു ഓട്ടോണമസ് കോളേജ് ഞങ്ങൾ കൊണ്ടുവരാൻ നോക്കിയപ്പോൾ നടത്തിയ സമരം എന്താ സമരം കേരളത്തിൽ നടത്തിയത്? പുഷ്പനെ അറിയാമോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള പാട്ടും വെടിവെപ്പും. സ്വാശ്രയ കോളേജിനെതിരായിട്ടുള്ള സമരം നടത്തിയ ആളുകൾ വിദേശ സർവകലാശാലകളെ സ്വകാര്യ സർവകലാശാലകൾക്ക് പട്ടും വളയും കൊടുത്ത് കൊണ്ടുവരാൻ വേണ്ടി നോക്കുകയാണ്. പച്ച പരവതാനി വിരിച്ച് കൊണ്ടുവരാൻ നോക്കുകയാണ്. എന്തെല്ലാം കാണണം നമുക്ക്. എന്തായാലും VD സതീശൻ മാധ്യമങ്ങൾക്ക് മുമ്പിലൂടെ ഉന്നയിച്ചിരിക്കുന്നത് വളരെ പ്രാധാന്യത്തോടു കൂടി കാണേണ്ട ഒരു വിഷയമാണ്. V മുരളീധരനും മുഖ്യമന്ത്രിയും തമ്മിൽ വലിയ അന്തർധാരയുണ്ട്, ഇടതുപക്ഷവും BJPയും തമ്മിൽ വലിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് എന്ന വെളിപ്പെടുത്തൽ കൂടിയാണ് VD സതീശൻ ഇവിടെ നടത്തിയിരിക്കുന്നതെന്ന് പറയേണ്ടതായുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം സ്വാശ്രയ സർവകലാശാലകളോടെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതുകൊണ്ട് അതിനാദ്യം ശബ്ദമുയർത്തിയിരുന്ന TP ശ്രീനിവാസനെ തല്ലിയ SFI പ്രവർത്തകർ അദ്ദേഹത്തിന്റെ കാല് പിടിച്ച് മാപ്പ് പറയണം. അതിന് ബുദ്ധിമുട്ടാണെങ്കിൽ മുഖ്യമന്ത്രിയോ പാർട്ടി സെക്രട്ടറിയോ അത് ചെയ്യണമെന്ന ഒരു ആവശ്യം കൂടി, ഒരു ആരോപണം കൂടി അദ്ദേഹം ഉയർത്തുന്നുമുണ്ട്.